ലെജൻസ് ഓഫ് ചെമ്മാട്. അപ്പോൾ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ആ ലെജൻസ് ഓഫ് ചെമ്മാടിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ പവർ എത്രത്തോളം ഉണ്ടെന്ന്. സംഭവം തന്നെ മോഡിഫൈഡ് കാറുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ ചെമ്മാട്, ലെജൻസ് ഓഫ് ചെമ്മാട്. ഒന്നും നോക്കണ്ട, മനോഹരമായ ഒരു ശബ്ദം എന്ന് പറയാൻ പറ്റില്ല, ഒരു നാദം എന്നൊക്കെ പറയും. കിളികളുടെ നാദം പോലെ വാഹനങ്ങളിൽ നിന്ന് വരുന്ന ആ മനോഹരമായ ശബ്ദം കേൾക്കാൻ അതൊരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ ഓരോ വെർഷനുകളിലും ഓരോ മോഡലുകളിലും ഓരോ മോഡിഫൈ അട്രാക്ഷൻ വരുത്തുന്ന രീതിയിലുള്ള ശബ്ദങ്ങളും അതിൻ്റെ കവറിങ്ങും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും അത് ഫ്ലോർ ഡിസ്റ്റൻസും ഗ്ലാസും എഡിറ്റിങ്ങും മൊത്തത്തിൽ ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു ലെജൻസ് ഓഫ് ചെമ്മാടിൻ്റെ കാർ എക്സ്പോ. ഈ സംഭവം നടക്കുന്നത് എവിടെയും ഒന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചെമ്മാട് നഗരത്തിലെ തൊട്ടടുത്ത അടിപ്രദേശമായ ആലിൻചുവടിയിലെ മനോഹരമായ പാർക്ക് KML പാർക്കിൽ വെച്ചാണ്. അടിപൊളിയാണ് ആ മനോഹരമായ പ്രകൃതി ഭംഗിയുടെ ആ ഒരു രാവിൻ്റെ ആ ഒരു ഭംഗിയിൽ ഈ ഒരു വാഹനങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. എന്തായാലും ലെജൻസ് ഓഫ് ചെമ്മാടിന് വലിയൊരു സല്യൂട്ട് ഇങ്ങനൊരു മനോഹരമായ കാഴ്ച സംഘടിപ്പിച്ചതിന്. എന്തായാലും ഒരുപാട് യുവാക്കൾ 20 വയസ്സിനും 25 വയസ്സിനും 30 വയസ്സിനും 35 വയസ്സിനും ആ ഒരു കാലഘട്ടത്തിലുള്ള അതിന് മേലെയുള്ളവരും വരുന്നുണ്ട്. കൂടുതൽ അവരായതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓരോ കാറിനും എന്താ പറയുക, ഓരോ ആളുകളാണ്. അവർ വ്യത്യസ്തമായ നാടുകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവരാണ് ഇങ്ങനെയൊരു സംഭവം ഇവിടെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും വളരെ മനോഹരമാണ്. അതിൻ്റെ ഓരോ ഭാഗങ്ങളും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. ഓരോ വണ്ടിയുടെ ബാക്കിൽ നിന്ന് വരുന്ന ആ ഒരു സൈലൻസറിൽ നിന്ന് വരുന്ന സൗണ്ടുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഓരോരോ സൗണ്ടുകളൊക്കെ. കാരണം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ഈ വാഹനങ്ങൾ. അത്രയും എന്താ പറയുക വൈറലാണ് ഇങ്ങനെ ഓരോ വാഹനങ്ങൾ. ലെജൻസ് ഓഫ് ചെമ്മാട് എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ കഴിയും. അപ്പോൾ അവരുടെ ഈ ഒരു സംഭവം വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എന്തായാലും വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ്. വാഹനപ്രേമികൾ, വണ്ടി ഭ്രാന്തന്മാർ ഒരുപാടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി, വണ്ടി ഭ്രാന്തന്മാരായാലും അവർക്ക് വണ്ടിയോടുള്ള ആ ഒരു മുഹബത്തുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു മുഹബത്താണ്. എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ് കാണുന്നത്. ഏതൊരു ചെറിയ കാർ, 1 ലക്ഷത്തിൻ്റെ കാർ അല്ലെങ്കിൽ 50,000 രൂപയ്ക്ക് ലോക്കൽ വണ്ടികൾ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്ത് പെയിൻറ്റിങ് ചെയ്ത് അൾട്രേഷൻ ചെയ്ത് അതൊരു വേറെ രൂപത്തിലാക്കി എന്താ പറയുക, വിദേശ വണ്ടികളെ വെല്ലും വിധത്തിലാണ് നമ്മുടെ മലപ്പുറത്തെ ചെക്കന്മാർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചെക്കന്മാർ എന്താ ചെയ്യുക, ഇങ്ങനത്തെ ഒരു വണ്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ തികച്ചും അത് എന്താ പറയുക സന്തോഷാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൊന്നും നമ്മുടെ ഗവൺമെൻറ് കടിഞ്ഞാണിടാൻ പാടില്ല. കാരണം കുട്ടികളുടെ എന്താ പറയുക മാനസിക വളർച്ചയ്ക്ക് അവരുടെ കഴിവുകളാണ് ഇതൊക്കെ കാണുന്നത്. ഈ കഴിവുകളൊക്കെ മൂടി വെക്കാൻ നമ്മുടെ കേരള ഗവൺമെൻറ് എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിലായി. എന്തായാലും ഈ മോഡിഫൈഡ് ഒക്കെ അപ്രൂവ്ഡ് ആണ് മുഴുവനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വാഹനം എക്സ്പോ ചെയ്യാനും ഇങ്ങനെ ഒരു പരിപാടി നടത്താനും ലെജൻസ് ഓഫ് ചെമ്മാടിന് കഴിഞ്ഞത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ.
അതിൻ്റെ മോനെ എന്താല്ലേ മലപ്പുറത്തുകാരുടെ ഒരു ഭ്രാന്ത്, വണ്ടി ഭ്രാന്ത്.
വല്ലാത്ത ജാതി. എന്തായാലും എൻ്റെ മക്കളെ പൊളിയാട്ടോ. ലെജൻസ് ഓഫ് ചെമ്മാടിൻ്റെ ഈ ഒരു കാർ എക്സ്പോ അടിപൊളിയായിരുന്നു. ആ വാഹനങ്ങൾ സൈലൻസർ വരുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ. സംഭവം എന്ന് വെച്ചാൽ അത്രയും ആളുകൾ അവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സൈലൻസറിൻ്റെ ബാക്കിൻ്റെ ആ ഒരു എക്സോന്ന് വരുന്ന ഒരു ആ സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു തീപ്പൊരി ഉണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു വൈബ് തന്നെ ഉണ്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ താങ്ക് യു, ബൈ, അസ്സലാമു അലൈക്കും.